നമസ്കാരം. ജ്യോതിഷ കേരളം ചാനലിലേക്ക് സ്വാഗതം. 2026 വിഷുഫലമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അശ്വതി നക്ഷത്രം മുതൽ പൂയ നക്ഷത്രം വരെ പാർട്ട് 1 ഞങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് ആയില്യം മുതൽ അനിഴം വരെയുള്ള 9 നാളുകാരുടെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ആയില്യം നക്ഷത്രം വിഷുഫലമനുസരിച്ച് തിരിച്ചടികളെ അതിജീവിക്കാൻ ആയില്യം നാളുകാർക്ക് സാധിക്കുന്നതാണ്. ജന്മരാശിയിൽ ഉച്ചവ്യാഴം സഞ്ചരിക്കുകയാൽ വിവാഹം, സന്താനപ്രാപ്തി, ഭാഗ്യപുഷ്ടി ഇവ സാധ്യതകളാണ്. അഷ്ടമരാഹു തടസ്സങ്ങളും 9-ലെ ശനി ആലസ്യവും സൃഷ്ടിക്കുന്നതിനാൽ സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞ നേരം കുറവായിരിക്കുകയും ചെയ്യും. പണവരവ് മോശമാവാനിടയില്ല, എന്നാൽ ചെലവിനങ്ങളും വർദ്ധിക്കും. ആശുപത്രി ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിൽ കരുതൽ വേണം. സ്വതസിദ്ധമായ കഴിവുകൾ ചിലപ്പോൾ പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വരില്ല. അധികാരമുള്ള പദവികൾ ലഭിക്കുന്നതാണ്. മാതാപിതാക്കളിൽ നിന്നും അകന്നു വസിക്കുന്നതിന് സാധ്യതയുണ്ട്. മകൻ നക്ഷത്രം മധ്യഷഡ്ഗം എന്ന വിഭാഗത്തിൽ വരുന്നതുകൊണ്ട് ഒരു തരത്തിൽ അനുകൂലമാണ് വിഷുഫലം. വ്യാഴം 11-ലുണ്ട്. സംക്രമവേളയിൽ അത് ഐശ്വര്യപ്രാപ്തിയെ കുറിക്കുന്നു. പിന്നീട് വ്യാഴം 12-ൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായ കരുതൽ അനിവാര്യമാവും. ശനി അഷ്ടമത്തിലും രാഹു 7-ലുമാണ്. 1-2 മാസം കഴിഞ്ഞാൽ ജന്മരാശിയിലെ കേതു ജന്മനക്ഷത്രത്തിലാവും. വ്യക്തിപരമായും തൊഴിൽപരമായും പിരിമുറുക്കമുണ്ടാവുന്ന കാലഘട്ടമാവും. ശോഭ നിയന്ത്രിക്കപ്പെടണം. തിടുക്കത്തിൽ ഒരു തീരുമാനവും കൈക്കൊള്ളരുത്. പുതിയ തൊഴിലിനായുള്ള പരിശ്രമം വിജയം കാണും. അന്യദേശത്ത് ജോലി, പഠനം എന്നിവ സാധ്യമായേക്കാം. ഗൃഹം വാങ്ങിക്കാനോ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനോ കഴിയും. തന്മൂലം സാമ്പത്തിക ബാധ്യതകൾ വന്നുചേരാൻ ഇടയുണ്ട്. പൂരം നക്ഷത്രം വിഷുഫലത്തിൽ ഗുണാനുഭവങ്ങൾ വ്യക്തമാക്കപ്പെടുന്നു. ഗ്രഹസഞ്ചാരം പരിഗണിച്ച് വാർഷിക ഫലചിന്ത നടത്തിയാൽ പ്രതികൂലതകളുമുണ്ട്. ആകയാൽ സമ്മിശ്ര ഫലങ്ങളുമുണ്ട്. പഠനം കഴിഞ്ഞവർക്ക് അന്യദേശത്താവും നല്ല അവസരങ്ങൾ ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയ്ക്ക് തടസ്സങ്ങളുണ്ടാവും. പുതുവാഹനം വാങ്ങുന്നതാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. ബിസിനസ്സിൽ ധനവരവ് മോശമാവില്ല. വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പരസ്യ വഴികൾ തേടേണ്ടി വരുന്നതാണ്. ഭൂമി തർക്കങ്ങൾ നീളുവാനിടയുണ്ട്. ബന്ധങ്ങൾ സുദൃഢമാവുവാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും. പ്രണയം പുഷ്ടിപ്പെടാം. മക്കളുടെ ഭാവിയിലേക്ക് ഉതകുന്ന നിക്ഷേപങ്ങൾ നടത്തും. ആരോഗ്യ പരിരക്ഷ അനിവാര്യം. ഉത്തരം നക്ഷത്രം ചിങ്ങം കന്നിക്കൂറുകളിലായി വരുന്ന ഉത്തരനാളിൽ ജനിച്ചവർക്ക് വിഷുഫലം സാമാന്യേന അനുകൂലമാണ്. വ്യാഴാനുകൂല്യത്താൽ കാര്യസിദ്ധി ഉണ്ടാകും. പഠനത്തിൽ ഉയർച്ച വരും. നേട്ടങ്ങൾ അധികം വിയർപ്പൊഴുക്കാതെ തന്നെ സ്വന്തമാക്കും. അധികാരികളുടെ പ്രീതി നേടുവാനും നവസംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അനുമതി കൈവരുന്നതാണ്. വിഭവ സമാഹരണം സാധ്യമാകും. ചെറുപ്പക്കാർ കുടുംബജീവിതത്തിൽ പ്രവേശിക്കും. പാരമ്പര്യ സ്വത്തിൽ നിന്നും ആദായം കിട്ടുന്നതാണ്. കൂട്ടുകച്ചവടം തൃപ്തികരമായിരിക്കും. പ്രൊഫഷണലായി എന്തും ചെയ്യാനുള്ള വൈഭവം അംഗീകരിക്കപ്പെടും. അധികാര മത്സരങ്ങളിൽ വിജയം കൈവരിക്കുന്നതാണ്. വാഹനം, ഗൃഹം ഇവയും നേട്ടങ്ങളുടെ പട്ടികയിൽ പെടും. ആരോഗ്യകാര്യത്തിലും സാമ്പത്തിക വിനിമയത്തിലും ശ്രദ്ധ കുറയരുത്. അത്തം നക്ഷത്രം വിഷുഫലം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലമാണ്. 7-ൽ ശനി തുടരും. രാഹുകേതുക്കൾ 12-ലും 6-ലുമാണ്. 10-ാം ഭാവത്തിലെ വ്യാഴം ജൂൺ മാസം മുതൽ 11-ൽ സഞ്ചരിക്കും. ആകയാൽ അധ്വാനത്തിന് മതിപ്പുണ്ടാവും. കർമ്മമേഖലയിൽ പദവി, ആദായം ഇവ അധികരിക്കുന്നതാണ്. എതിർപ്പുകളെ മറികടക്കാനാവും. ആസൂത്രണം ചെയ്തവ നിർവഹണത്തിലെത്തും. സർഗാത്മക കാര്യങ്ങളിലൂടെ കീർത്തി നേടും. ദാമ്പത്യത്തിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും തുടർന്നേക്കാം. കമിതാക്കൾക്ക് വിവാഹത്തിലെത്താൻ കഴിയണമെന്നില്ല. ഭാവിയിൽ പ്രയോജനകരമാവുന്ന നിക്ഷേപങ്ങൾക്ക് മുതിരുന്നതാണ്. പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കും. പാർപ്പിടം സ്വന്തമാകാം. ചിത്തിര നക്ഷത്രം കന്നി തുലാ കൂറുകളിലായി വരുന്ന നക്ഷത്രമാണ് ചിത്തിര. അന്ത്യശൂലം വിവാഹത്തിൽ വരികയാൽ ചിത്തിരക്കാർക്ക് പല പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും. സ്വശക്തി ചോരുന്നതായി തോന്നുന്നതാണ്. പരാശ്രയം മനക്ലേശമുണ്ടാക്കും. വ്യാഴാനുകൂല്യം ഉള്ളതിനാൽ പ്രതിസന്ധികളിൽ പ്രതിരോധ ശക്തി ഉയരുന്നതാണ്. തക്ക പോംവഴികൾ കൈവരും. തിടുക്കവും അനാവശ്യവുമായ മത്സരബുദ്ധിയും കാർക്കശ്യവും ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. വസ്തു വാങ്ങുവാൻ അല്ലെങ്കിൽ വിൽക്കാൻ സാധിക്കും. എന്നാൽ മോഹവില ലഭിച്ചേക്കില്ല. വ്യവഹാരങ്ങൾ തീർപ്പാക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ കുറിയും. ബിസിനസ് ശരാശരി നിലവാരത്തിൽ ഉയരും. അന്യദേശ പഠനം, തൊഴിൽ ഇവ അസാധ്യ കാര്യങ്ങളല്ലെന്ന് അനുഭവം കൊണ്ട് അറിയുന്നതാണ്. ചോതി നക്ഷത്രം അന്ത്യശൂലം എന്ന വിഭാഗത്തിൽ പെടുകയാൽ സമ്മിശ്ര ഫലങ്ങളാവും ചോതിനാളുകാർക്ക്. 9-ലും 10-ലുമായി വ്യാഴവും 6-ലായി ശനിയും സഞ്ചരിക്കുന്നത് നേട്ടങ്ങൾക്ക് കാരണമാവും. ആശയങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവും. അവയെ സാക്ഷാത്കരിക്കുക വെല്ലുവിളിയാവും. രാഷ്ട്രീയ പിന്തുണ ഉയരുന്നതാണ്. ബിസിനസ് പുഷ്ടിപ്പെടുത്തും. ലോൺ പ്രയോജനപ്പെടുത്തിയേക്കാം.
കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ കുറച്ചൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നേക്കാം. അന്യദേശത്ത് പോകാൻ വർഷപ്പകുതിക്ക് ശേഷം സാധ്യതയുണ്ട്. വീട് നവീകരിക്കുവാനോ പണി പൂർത്തിയാക്കുവാനോ കഴിഞ്ഞേക്കാം. നിക്ഷേപങ്ങളിൽ പറ്റിക്കപ്പെടരുത്. പ്രണയം പൂവണിയാം. രാഹുകേതുക്കൾ ആരോഗ്യത്തെ ബാധിക്കാം. അക്കാര്യത്താൽ ജാഗ്രത അനുപേക്ഷണീയമാണ്. വിശാഖ നക്ഷത്രം. തുലാം വൃശ്ചിക രാശികളിലായി വരുന്ന നക്ഷത്രമാണ് വിശാഖം. നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന വർഷമാവും. കടബാധ്യതകൾ ഒട്ടൊക്കെ പരിഹരിക്കാനാവും. വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയാൽ തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഭവിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമുണ്ടാവും. മറുനാടൻ ജീവിതം തുടരാനാണ് സാധ്യത. ജോലി തേടുന്നവർ നിരാശപ്പെടില്ല. കച്ചവടത്തിൽ ലാഭം വന്നു ചേരും. പുതിയ ശാഖ തുടങ്ങാനായേക്കാം. സാമൂഹിക പ്രതിബദ്ധത സമാദരിക്കപ്പെടും. ഗൃഹം പുതുക്കിപ്പണിയാൻ സാധ്യതയുണ്ട്. അയൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതാണ്. സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലാസയാത്രകൾ നടന്നു കിട്ടും. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, ജോലി, വിവാഹം എന്നിവയിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. അനിഴം നക്ഷത്രം. അന്ത്യഷഡ്കം എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ ജനപ്രീതി, അധികാരപ്രാപ്തി എന്നിവയുണ്ടാവും. വിഷു സംക്രമത്തിൽ വ്യാഴം അഷ്ടമഭാവത്തിലാകിയാൽ അടുത്ത 3 മാസം കൂടി കാര്യതടസ്സങ്ങളുണ്ടാവും. ജൂൺ പകുതി മുതൽ നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. പഠന മികവ്, ഉദ്യോഗലബ്ധി, ധനാഗമം എന്നിവ തടസ്സപ്പെടില്ല. തെറ്റുകൾ തിരുത്താനുള്ള ആർജവം ഉണ്ടാകുന്നതാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹസിദ്ധി പ്രതീക്ഷിക്കാം. മക്കളില്ലാത്തവർക്ക് സന്താനപ്രാപ്തി വരും. പഴയ വീട് പുതുക്കാം. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കും. വാഹനയോഗമുണ്ട്. വിദേശത്ത് കഴിയുന്നവർക്ക് കൂടുതൽ സമ്പാദിക്കാനായേക്കാം. പുതുസംരംഭങ്ങളുമായി മുന്നോട്ടു പോകും. രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സാ മാറ്റത്തിലൂടെ ആശ്വാസം വന്നെത്തുന്നതുമാണ്.